സിനിമാ താരങ്ങൾക്ക് കാരവാന് പുറത്തുള്ളതെല്ലാം ഒരു വിസ്മയ ലോകമാണ്. ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് മാറിയാൽ അവരൊക്കെ പിന്നൊരു ജോളി മൂഡിലാണ്. നടിയും BJP മാണ്ഡി ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ കങ്കണ റണൌട്ടിന്റെ എക്സ്പോസ്റ്റ് വായിച്ചാൽ നമുക്കിത് മനസ്സിലാകും. കാരണം ഹിമാചലിലെ മാണ്ഡിയിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതിനാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താനെത്തിയ കങ്കണ പോസ്റ്റിൽ എഴുതിയത് മുഴുവനും ഒരു ടൂറിസ്റ്റിന്റെ മനസ്സോടെയാണ്. പതിവ് പോലെ പോസ്റ്റിൽ മണ്ടത്തരവും ഉണ്ടായിരുന്നു. കങ്കണയുടെ പോസ്റ്റ് ഇതാണ്: ചമ്പ, കാശ്മീർ, സ്പിത്തി എന്നിവയുടെ അതിർത്തിയിലാണ് പാങ്കി സ്ഥിതി ചെയ്യുന്നത്. കാശ്മീർ, ഹിമാചൽ പ്രദേശങ്ങളുടെ മനോഹരമായ സങ്കരമാണിത്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്ന്. ഏറ്റവും കൂടുതൽ പേർ ആവശ്യപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി ഇത് വികസിക്കും എന്നാണ് കങ്കണ എക്സിൽ കുറിച്ചത്. പോസ്റ്റിനെ പരിഹസിച്ച് ആദ്യം രംഗത്തെത്തിയത് കോൺഗ്രസ് ഹിമാചൽ ഘടകമാണ്. കങ്കണാജി ശരിക്കും അവധിക്കാലം ആഘോഷിക്കാനാണ് ഇവിടെ വന്നത്. പാങ്കി കാശ്മീരിന് സമീപമല്ല, ജമ്മുവിലാണെന്ന് അവർക്കറിയില്ല. 2014 ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെന്ന പ്രസ്താവനയിൽ നിന്ന് അവർക്ക് എത്ര അറിവുണ്ടെന്ന് വ്യക്തമാണ്. പിന്നാലെ കങ്കണയെ കണക്കറ്റ് വിമർശിച്ച് ഹിമാചൽ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവും രംഗത്തെത്തി. ഇപ്പോൾ പറയൂ, ഹിമാചലിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും അറിയാത്ത ഒരാൾക്ക് നിങ്ങളുടെ വോട്ട് പാഴാക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ്? മാഡം ഒരു മാസത്തെ അവധിക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ആഘോഷം കഴിഞ്ഞ് തിരികെ മുംബൈക്ക് പോകുമെന്നാണ് കോൺഗ്രസ് ഹിമാചൽ ഘടകം എക്സിൽ പ്രതികരിച്ചത്. മോദിയുടെ നേതൃത്വത്തിൽ BJP NDA സർക്കാർ അധികാരത്തിലേറിയ 2014 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയതെന്ന കങ്കണയുടെ പ്രസ്താവന വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരുന്നു. 2022 സമാനമായ മണ്ടത്തരം കങ്കണ നടത്തിയിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും കങ്കണ അപമാനിച്ചെന്നായിരുന്നു അന്നുയർന്ന വലിയ വിമർശനം. കോൺഗ്രസ് ശക്തി കേന്ദ്രമായ ഹിമാചലിലെ മാണ്ഡിയിലാണ് ബോളിവുഡ് താരം കങ്കണ റണൌട്ടിനെ BJP സ്ഥാനാർത്ഥിയാക്കിയത്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വീർഭദ്ര സിംഗിന്റെ മകൻ വിക്രമാദിത്യ സിംഗിനെയാണ് കങ്കണയ്ക്കെതിരെ കോൺഗ്രസ് കളത്തിലിറക്കിയത്.